എന്നത്തെ പോലെ ഇതേ സുധിയേട്ടൻ നമ്മളെ കൂടെ കട്ടയ്ക്കുണ്ട്. സുധിയേട്ടൻ ആരാന്നല്ലേ, എന്റെ സ്വന്തം അച്ഛൻ തന്നെയാണ്. അച്ഛനെ കൂടുതലും സുധിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് സുധിയേട്ടൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നത് കൊല്ലത്തായിരുന്നു. തലേ ദിവസം നമ്മളൊരു 9:30 ട്രെയിനിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കൊല്ലം ഏകദേശം ഒരു 5:10 ഒക്കെ ആകുമ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. കോളേജിൽ 4 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വർക്കിലേക്ക് പോകുന്നത് കേട്ടോ. അതായത് അത്രത്തോളം ക്ഷീണമുണ്ട്. ഏകദേശം ഒരു 2 hours മാത്രമായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെയിനിൽ കിടന്നിട്ടുള്ള ആ ഒരു ഉറക്കം മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചു നീ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് പോയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പോയല്ലേ പറ്റൂ. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്രൈഡിന് 3 ബ്രൈഡ്സ്മെയ്ഡിനെ ആയിരുന്നു സാരി ഡ്രിപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. ബ്രൈഡിൻ്റെ കാര്യം പറയട്ടെ, ബ്രൈഡിനെ നമ്മൾ ഓൾറെഡി നോർമൽ സാരി ഡ്രിപ്പിംഗ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി എനിക്ക് റെഫറൻസ് കാണിച്ചത് മെർമെയ്ഡ് ടൈപ്പ് ആയിരുന്നു. പക്ഷേ ബ്രൈഡ് അപ്പം വെച്ച് പറഞ്ഞു എനിക്ക് മെർമെയ്ഡ് വേണ്ട, നോർമൽ മതിയെന്ന്. പക്ഷെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കം സ്റ്റൈലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതങ്ങനെ ചെയ്യേണ്ട, കാരണം ബാക്കിൽ ഡിസൈൻ എല്ലാം ഉണ്ട്, അപ്പം നമുക്കത് നീറ്റായിട്ട് കാണുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അപ്പം നമുക്ക് മെർമെയ്ഡ് ഡ്രേപ്പിലേക്ക് ലാസ്റ്റ് നമുക്ക് പോവേണ്ടി വന്നു. പിന്നെ നമുക്ക് അതേ 3 ക്യൂട്ടായിട്ടുള്ള ബ്രൈഡ്സ്മെയ്ഡിനും കൂടെ സാരി ഡ്രേപ്പിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നത് അൽ സീസൺ കൊല്ലം എന്നിട്ടുള്ള ഹോട്ടലായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്ക് നമ്മൾ ബ്രൈഡിന് കൊടുത്തിട്ടുള്ളത് വിഷു ഗ്യാലറി മേക്കപ്പ് ആണ്. ആളുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഡേറ്റ് വേണ്ടത് തീർച്ചയായും പ്രീ ബുക്ക് ചെയ്യാൻ നോക്കല്ലേ.